രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഇന്ന് മറ്റൊരു അനുഭവ കഥയായിട്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം സിംന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അനുഭവ കഥ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലെ തന്നെ അംഗമാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോ സിന്ധുവിന് പറഞ്ഞു, സിന്ധു ടീച്ചറാണ്, അപ്പൊ സിന്ധുവിനുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ധാരാളം എഴുതി എനിക്ക് അയച്ചു തന്നു. പക്ഷെ ഞാൻ സിന്ധുവിനോട് പറഞ്ഞു, കുറച്ച് ഭാഗമെങ്കിലും സിന്ധുവിന്റെ ആ ഒരു വാക്കുകളിലൂടെ പറയൂ, അപ്പോഴല്ലേ എല്ലാവർക്കും അനുഭവമാവുള്ളൂ എന്ന്. അങ്ങനെ കുറച്ച് ഭാഗം സിന്ധു നമുക്ക് പറഞ്ഞു തന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നോട് പറയാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞാൽ എത്ര ശരിയാവും എന്ന് എനിക്ക് അറിയില്ല, എന്നാലും പറയാം. സിന്ധുവിന്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. എൻ്റെ പേര് സിന്ധു. ഞാൻ മധ്യ കേരളത്തിൽ നിന്നുള്ളയാളാണ്. ഇതിൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സുദർശനാമ്മയുടെ ധന്യം വൃന്ദാവനം എന്ന പുസ്തകത്തെ പറ്റിയാണ്. അതെൻ്റെ കയ്യിൽ ഒരു 2021-22 തോന്നുന്നു ആ പുസ്തകം കയ്യിൽ കിട്ടുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും, ഞാൻ കിടക്കുന്നതിൻ്റെ എൻ്റെ തലയണയുടെ അടുത്ത് എപ്പോഴും ഇരിക്കുന്ന പുസ്തകമാണത്. അതിന് ഒരുപാട് മഹത്വമുള്ള ഒരു പുസ്തകമാണ്. ശരിക്കും ഒരു ഭാഗവതം പോലെ തന്നെ ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ നിറഞ്ഞ പുസ്തകം തന്നെയാണ്. അതിൽ ഓരോ അക്ഷരത്തിലും ശരിക്കും സുദർശനാമ്മയുടെ കൂടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വലിയ തെളിവ് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിലെ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് വായിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മോന് ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം സെൻറ്ററിൽ മോനെ കൊണ്ട് വിട്ടു. അത് ഏറ്റുമാനൂരായിരുന്നു. വിട്ടതിന് ശേഷം ഞാൻ കൊതിയോടെ ഈ ധന്യം വൃന്ദാവനം പുസ്തകം എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് എനിക്ക് അന്ന് എക്സാം ഹോളിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റിയില്ല. കാരണം രക്ഷകർത്താക്കളൊന്നും അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഏറ്റുമാനൂരായതുകൊണ്ട് ഞാൻ അന്നേരം പെട്ടെന്ന് ഓർത്തത്, അയ്യോ എനിക്ക് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ചെന്നിരിക്കാം, അപ്പോൾ ദർശനവും നടത്താം, അവിടെ ചെന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദർശന സമയം കഴിഞ്ഞു, അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വെളിയിലിരുന്നു. അപ്പം ഞാൻ ബാഗിൽ നിന്ന് ഈ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിയതേ ഉള്ളായിരുന്നു. പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നേരം അവിടെ ഒരു ഗ്രന്ഥശാല, അവിടുത്തെ എന്തോ ഒരു ഗ്രന്ഥശാലയോ ഒരു കട വെക്കേറ്റ് ചെയ്യുകയോ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയോ ഒക്കെ ആയിരുന്നു. ആ സ്ഥലം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, അതിനകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഒരു കസേരയിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കൺമുമ്പിൽ അവിടെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങൾ, അത് കമഴ്ത്തി കൊച്ചു കൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങൾ കടയിൽ നിന്നെടുത്ത് അവർ കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ അടുക്കി വെക്കാനായിരിക്കാം. അപ്പോൾ അതിൻ്റെ മുൻപിൽ തന്നെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. അപ്പം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കൃഷ്ണൻ്റെ ഗോപാല സഹസ്രനാമമാണല്ലോ ഞാൻ ഈ വായിക്കുന്നത്. അതിൻ്റെ തുടക്കങ്ങളാണ്. ശരിക്കും ഏറ്റുമാനൂർ അമ്പലത്തിൽ വന്നിരുന്ന് ഞാൻ ശിവൻ്റെ സഹസ്രനാമം എന്തെങ്കിലും ആണല്ലോ ചൊല്ലേണ്ടത് എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ പുസ്തകം അങ്ങ് വായിക്കുകയാണ് അവിടെ ഇരുന്ന്. അപ്പം ഗോപാല സഹസ്രനാമം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൺമുമ്പിൽ തന്നെ ഈ കൊച്ചു കൃഷ്ണന്മാരിങ്ങനെ ഒരുപാട് കൊച്ചു കൃഷ്ണന്മാരുടെ ചെറിയ ചെറിയ ബിംബങ്ങളുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി വീട്ടിൽ വന്നു. ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ധന്യം വൃന്ദാവനത്തിലെ അടുത്ത പേജുകളിൽ, മുമ്പോട്ടുള്ള പേജുകൾ വായിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഗോപാല സഹസ്രനാമം ശരിക്കും ശിവഭഗവാൻ യശോദാദേവിക്ക് കുഞ്ഞിന് കണ്ണ് തട്ടാതെയും കുഞ്ഞിൻ്റെ ബാധകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കൃഷ്ണന് വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു സ്തോത്രമാണെന്ന്. അപ്പോൾ അന്നേരമാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആ ഒരു അനുഭവം തോന്നിയത്. ശരിക്കും ഇത് ശരിക്കും ശിവഭഗവാൻ തന്നെ ശിവഭഗവാൻ പറഞ്ഞ സ്തോത്രമാണല്ലോ കൃഷ്ണന് വേണ്ടി. ആ കൊച്ചു കൃഷ്ണന്മാരായിരുന്നല്ലോ. ഞാൻ അന്നേരം ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ കൊച്ചു കൃഷ്ണന്മാർ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ത് സത്യം ഈ പുസ്തകത്തിനുണ്ടെന്ന് ആദ്യം എനിക്ക് മനസ്സിലായത്
ആ ഒരൊറ്റ അനുഭവം കൊണ്ടാണ്. അതിനുശേഷം ഒരുപാട് അനുഭവങ്ങൾ. അതിൽ നിന്ന് ഞാൻ വായിച്ച ബാങ്കെ ബിഹാരി എൻ്റെ മനസ്സിൽ അന്ന് ആദ്യമായിട്ട് ആ ഒരു വാക്ക്, ധന്യം വൃന്ദാവനത്തിലെ ബാങ്കെ ബിഹാരിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പ്രത്യേകത തോന്നിയിരുന്നു. ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുമായിരുന്നു ബാങ്കെ ബിഹാരിയെ കാണുന്നതിനെ പറ്റി. ഞാനങ്ങനെ വൃന്ദാവനത്തിൽ പോയി 2021. ശരിക്കും ബാങ്കെ ബിഹാരിയെ കാണാൻ വേണ്ടി എൻ്റെ റിലേറ്റീവ്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ 5-6 പേര് ഒരുമിച്ച് പോയത്. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. പിന്നെ ഒത്തിരി പറഞ്ഞാൽ എവിടെ തുടങ്ങണമെന്നോ എവിടെ നിർത്തണമെന്നോ എനിക്കറിയത്തില്ല. എനിക്ക് ഈ ധന്യം വൃന്ദാവനം എന്ന പുസ്തകമാണ് ഇതിൻ്റെ വഴികാട്ടി. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ബാങ്കെ ബിഹാരിജിയെ പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ സുദർശനാമ്മയ്ക്ക് എഴുതി. എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് ഒരു ഭഗവാനെ ഓർക്കുമ്പോൾ ഞാൻ എഴുതി കൂട്ടിയ കാര്യങ്ങൾ സുദർശനാമ്മയ്ക്ക് ഓരോ ദിവസവും ഞാൻ 2-3 ദിവസമായിട്ട് എഴുതി മെസ്സേജ് വിട്ടു. ഒരുപാട് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. അമ്മയുടെ വാക്കുകളിലൂടെ തന്നെ അമ്മ പറയട്ടെ. ഓക്കെ, ഹരേ കൃഷ്ണ. അമ്മേ നമസ്കാരം. എനിക്ക് അമ്മയുടെ വാക്കുകളിലൂടെ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ അമ്മ നേരിട്ട് പറയണം എന്നാണ് സിന്ധു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ സിന്ധു പറയുന്ന അത്രയ്ക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം ഓരോരുത്തരുടെയും അനുഭവം അവരവർ പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ തീവ്രമാവുക. അങ്ങനെ ധന്യം വൃന്ദാവനം എന്ന പുസ്തകം വായിച്ച് ആ പുസ്തകങ്ങളിലൂടെ ബാങ്കെ ബിഹാരിയെ കണ്ട് കൊതിച്ച് അവസാനം ആ ബാങ്കെ ബിഹാരിയെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് കുറച്ച് പേര് കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് വൃന്ദാവനത്തിലേക്ക് പോയി. എൻ്റെ പ്രായമായിട്ടുള്ള അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മയും കൊണ്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും വൃന്ദാവനത്തിലേക്ക് പോയി. അന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പങ്കുവച്ചിരുന്നല്ലോ. പോവുകയാണെന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കണത്. നല്ല തിരക്കുണ്ടായിരുന്നു ബാങ്കെ ബിഹാരിയില്. അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ കണ്ടപ്പോ, ചെന്ന ഉടനെ ആ തിരക്കില് ഭഗവാനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ഈ തിരക്ക് കണ്ടപ്പോ അമ്മയെ ഓട്ടോറിക്ഷയിൽ ഇരുത്തിയിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. സുദർശനാമ്മ പറഞ്ഞ കഥകളായിരുന്നു എൻ്റെ മനസ്സില്. എനിക്ക് കണ്ണ് നിറയെ ശരിക്ക് കാണണം എന്നുള്ള കൊതിയായി. പക്ഷെ കാണാൻ പറ്റണില്ല. അങ്ങനെ അതിലങ്ങോട്ട് സ്വയം മറന്ന് ഞാൻ ആ കൂട്ടത്തിൽ കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി. ആ ഭഗവാനെ ഒന്നും കൂടെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാനില്ല. അവരെല്ലാവരും പരിഭ്രമിച്ചു. അല്പം ഹിന്ദി അറിയുന്നത് എനിക്ക് മാത്രമാണ്. എൻ്റെ അമ്മയാണെങ്കിൽ വെളിയിൽ വണ്ടിയിൽ ഇരിക്കുകയാണ്. സമയം രാത്രിയായി. എൻ്റെ കയ്യിൽ ഒരാളുടെ ഫോൺ നമ്പറോ ഒരു കാര്യങ്ങളോ ഒന്നും ഓർമ്മ വരുന്നില്ല. ആകെ കൂടി ഓർമ്മ വരുന്നത് സുദർശനാമ്മ പറഞ്ഞു തന്ന ഹരേ രാമ മന്ത്രം മാത്രമാണ്. മൊബൈലും വണ്ടിയിലാണ്. എനിക്ക് തോന്നി ഈ മനുഷ്യ സമുദ്രത്തിൽ ഞാൻ ആരും അറിയാണ്ട് കലങ്ങിപ്പോയോന്ന്. വഴിയും മനസ്സിലാവണില്ല, ഒന്നും അറിയണില്ല. അങ്ങനെ ആ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ബാങ്കെ ബിഹാരിയെ മാത്രം മനസ്സിൽ ചേർത്ത് പിടിച്ചിട്ട് ഇതിനു മുമ്പുണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഓർത്ത് ഞാൻ എങ്ങനെയൊക്കെയോ സഞ്ചരിച്ചിട്ട് അരമണിക്കൂറിനുള്ളില് വണ്ടിയുടെ അടുത്തെത്തി. അതും ഭഗവാൻ എന്നെ ശരിയായ പാതയിലൂടെ നടത്തി. ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരേ ഒരു ഫോൺ നമ്പർ അമ്മയുടെ മാത്രമായിരുന്നു. അത് ആരുടേതാണെന്നും കൂടി അറിയാണ്ട് ഞാനത് പോലീസിന് കൊടുക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളെല്ലാവരും വഴി പിരിയാണ്ട് അവിടെ എത്തി എന്നുള്ളത് ഒരു അത്ഭുതം.
മറ്റൊരു അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ വണ്ടിയിൽ ഇരിക്കുന്നത് അമ്മ, 73 വയസ്സായ അമ്മയാണ്. ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചു, വഴി തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആധി കയറിയിട്ട് സംഭവിച്ചു പോയേനെ. ആർക്കും ഒരു വിഷമവും ഇല്ലാണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങളെല്ലാവരെയും ബാങ്ക് ബിഹാരി കൂട്ടിച്ചേർത്തു. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കിതുപോലെ പറയാണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ മറ്റൊരു അത്ഭുത കാര്യം കൂടിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അമ്മയോട് പങ്കുവെക്കുകയാണ്. അമ്മ സമയം പോലെ ഇത് എല്ലാവരോടും പറയണം. കാരണം ഒരുപാട് പേരിലേക്ക് എത്തണം നമ്മുടെ ആ ഭഗവാന്റെ ആ കാരുണ്യം. ഭഗവാനെ നമ്മൾ മനസ്സിൽ ചേർത്ത് പിടിച്ചാൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള അനുഭവം. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് ഈ ഡിസംബർ 15-നായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് മകളുടെ കല്യാണക്കാരൊന്നും അങ്ങനെ ശരിയാവാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു വലിയ റോസപ്പൂവ് വിരിഞ്ഞു നിൽക്കണു. എനിക്ക് ഈ റോസപ്പൂ കണ്ടാൽ അപ്പൊ ബാങ്ക് ബിഹാരിയാണ് ഓർമ്മ വരിക. ഞാൻ എൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞാൻ വേഗം ആ പൂവ് എടുത്തു കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ ബാങ്ക് ബിഹാരിയുടെ പാദത്തിൽ വെച്ചിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ബാങ്ക് ബിഹാരിജി, ഈ പൂവ് വാടുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ശരിക്കും ഞാൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ചിന്തിച്ചതെന്ന്. പക്ഷെ ഭഗവാന്റെ കാരുണ്യം, ഒരാഴ്ചക്കകത്ത് ഒരാഴ്ച പൂ വെച്ചിട്ട് വാടിയില്ല. അതിനു മുമ്പ് തന്നെ റോസപ്പൂവ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വാടില്ലല്ലോ. അത് ഒരാഴ്ചക്കകത്ത് എൻ്റെ മോളുടെ കല്യാണം ശരിയായി. നല്ലൊരു ആലോചന വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് താല്പര്യമായി. ആ ഒരു സന്തോഷം ഞാൻ ഭഗവാന്റെ അടുത്ത് പറയാനായിട്ട് ചെന്നിരുന്നപ്പോ ആ പൂവ് വെച്ച് പറഞ്ഞ കഥ ഞാൻ അപ്പം മറന്നു. പക്ഷെ ഭഗവാനോട് സന്തോഷം പങ്കുവെക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് എൻ്റെ കണ്ണ് ആ റോസപ്പൂവിൽ ഒഴുക്കി. അപ്പൊ റോസപ്പൂവ് വാടാണ്ട്, പൂർണ്ണമായിട്ടും വാടാതെ കണ്ട് അവിടെ ഇരിക്കണു. വാടി വരുന്നേ ഉള്ളൂ. ഈ ഒരു അനുഭവം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. പിന്നെ എൻ്റെ ചേച്ചിയോടും ഒക്കെ ഞാനിത് പങ്കുവച്ചു. അപ്പൊ ചേച്ചിയും കൂടിയാണ് എന്നോട് പറഞ്ഞത്, തീർച്ചയായിട്ടും ഇതൊക്കെ സുദർശനാമ്മോട് പറയൂ, ആ സുദർശനാമ്മ അത് പറയട്ടെ കണ്ണന്റെ കളിയരങ്ങില് എന്ന് ചേച്ചിയും കൂടിയാണ് പറഞ്ഞത്. അങ്ങനെ ബാങ്ക് ബിഹാരിജിയുടെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ മോളുടെ കല്യാണത്തിന് എപ്പോഴും ഉണ്ടാവണം, എല്ലാവരും ആ ഗോപന്മാരെയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും സഹായത്തിന് ഉണ്ടാവണം എന്നെല്ലാം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കണ സമയത്ത് മറ്റൊരു കാര്യം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരി അന്ന് വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്ക് ബിഹാരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പൂമാലയാണെന്ന് സുദർശനാമ്മ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ധന്യം വൃന്ദാവനത്തില്. അതുപോലെ അവിടെ ചെന്നാലും എല്ലാവരും ആ റോസമാലയായിട്ട് ആ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായതാ. അപ്പോ അവരോട് പറഞ്ഞു, ഭഗവാന് ഒരു ബാങ്ക് ബിഹാരിക്ക് ഒരു റോസപ്പൂമാല ചാർത്തണേ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അമ്മേ, അത് ശരിക്കും ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവ് നമുക്ക് ലഭിക്കാൻ വെച്ചാൽ എത്ര ഒരു അത്ഭുതമാണ്. മകളുടെ കല്യാണത്തിന് ഭാഗമായിട്ട് പുടവ കൊണ്ടുവരൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അപ്പൊ പുടവ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അപ്പൊ ആ പുടവേന്റെ കൂടെ മുല്ലപ്പൂവാണ് കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ കല്യാണത്തിന്റെ ആ സമയത്ത് തലേന്ന് ഇത് കൊണ്ടുവന്ന് തരും പുടവ. ആ സമയത്ത് മുല്ലപ്പൂ നോക്കിയിട്ട് എവിടെയും മുല്ലപ്പൂ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അവർക്ക് വയ്ക്കാൻ. അവസാനം അവര് റോസപ്പൂ വാങ്ങിയിട്ട് ആ പുടവയിൽ വെച്ച് കൊണ്ടുവന്ന് തന്നു. അത് എങ്ങനെയാ പറയണ്ടേ, ആ ഭഗവാൻ അവിടെ ആ റോസപ്പൂമാല സ്വീകരിച്ചു, എൻ്റെ മോളെ അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവ് ഇത് തന്നെയാണ്. അതുകൂടാണ്ട്
പിന്നെയും ഒരു അത്ഭുതം ഉണ്ടായത് എന്താന്ന് വിചാരിച്ചാൽ, എൻ്റെ മകള് കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് തരാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ വന്നപ്പോൾ അതിൽ ഒരു ഫോട്ടോ ബാങ്ക് ബിഹാരിയുടെ ഫോട്ടോ ആണ്. അപ്പോൾ മോളോട് ഞാൻ ചോദിച്ചു, മോൾക്ക് അറിയോ ഇതാരാന്ന്, ഇത് ബാങ്ക് ബിഹാരിയാന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, ആ ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി, അപ്പൊ അമ്മയ്ക്കും ഇത് ഇഷ്ടാവെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാങ്ക് ബിഹാരി നേരിട്ട് തന്നെ വന്ന അനുഭവങ്ങള് ഇതുപോലെ പങ്കുവയ്ക്കാൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം നമ്മുടെ കളിയരങ്ങിലെ എല്ലാ കൃഷ്ണ ബന്ധുക്കൾക്കും വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ഹരേ കൃഷ്ണ, രാധേ ശ്യാം. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ധാരാളം പേർക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ അനുഭവങ്ങളുടെയൊക്കെ പുറകിൽ എന്താണ് എന്നുള്ളത്? അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ പരമമായിട്ടുള്ള ആ ഒരു പ്രേമമാണ്, ഭഗവാനോടുള്ള ഒരു ഇഷ്ടം, നമ്മുടെ ഒരു ഉറപ്പ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഓരോ അനുഭവത്തിന്റെ അടിസ്ഥാനം. ധന്യം വൃന്ദാവനം എന്നൊരു ഗ്രന്ഥം, ഇപ്പൊ ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ മഹത്വം അറിഞ്ഞവർക്ക് മാത്രമേ ആ ഗ്രന്ഥത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ധന്യം വൃന്ദാവനം. അത് ഭഗവാന്റെ തന്നെ ഒരു അക്ഷരപ്പൂക്കളായിട്ട് ഭഗവാൻ തന്നെ ആ അക്ഷരബ്രഹ്മമായിട്ട് അതിൽ നിരന്നതാണ്. അത് എനിക്ക് തന്നെ എത്രയോ അത്ഭുതങ്ങള് ഈ ധന്യം വൃന്ദാവനം എഴുതുന്ന സമയത്തും എഴുതിയതിന് ശേഷവും പല വിധത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അനുഭവമാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭഗവാനോടുള്ള ഉറപ്പ്, ആ ഒരു പ്രേമം, അത് ആസ്വദിക്കാനുള്ള കഴിവ് എല്ലാം വേണം. യാതൊരു വിലയില്ലാണ്ട് ഇങ്ങനൊരു ഗ്രന്ഥം, ഈ ഒരു പുസ്തകം യാതൊരു വിലയില്ലാണ്ട് അങ്ങനെ മാറ്റിവെച്ച പലരും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ എന്താന്ന് വെച്ചാൽ എല്ലാവരിലേക്കും ധന്യം വൃന്ദാവനത്തിന്റെ മഹത്വം എത്തട്ടെ, വൃന്ദാവനം എല്ലാവരും അറിയട്ടെ, വാക്കുകളെ കൊണ്ടെങ്കിലും വൃന്ദാവനത്തിലെത്താൻ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും ഒരുപോലെ ഞാൻ ഈ ധന്യം വൃന്ദാവനം പകർന്നു കൊടുത്തിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അത് ആദ്യം അറിവുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. കാരണം ഇതേ ഈ ഒരു പുസ്തകം ഞാൻ തന്നെ വായിച്ചാൽ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ എഴുതിയതാണെന്നുള്ളത് അല്ല എന്നുള്ളത് അപ്പോഴാ ബോധ്യമാവുക. കാരണം അവനവൻ സ്വയം എഴുതിയൊരു കാര്യം അവനവൻ ആസ്വദിക്കാൻ എങ്ങനെയാ പറ്റുക? അപ്പൊ അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് വരും. അപ്പൊ ആ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കണവർക്കാണ് അത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആവശ്യക്കാർക്ക് മാത്രം എത്താൻ വേണ്ടിയിട്ട് ഞാനായിട്ട് കൊടുക്കുന്നത് നിർത്തിയിട്ട് അത് ഗംഗാ ബുക്സുകാരോട് തന്നെ ആരാ ചോദിച്ചു വരണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. മറ്റത് നമ്മളെ കാണാൻ വരുന്നവർക്കൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം കൊടുക്കുക. ഒരു പിറന്നാൾ വന്നാൽ വയസ്സായവർക്കൊക്കെ ഇത് ഇഷ്ടാവുമല്ലോ, അങ്ങനെ ഒരു പുസ്തകം കൊടുക്കുക. അങ്ങനെ ഞാൻ ധാരാളം ചെയ്തിരുന്നു. പക്ഷെ ഇത് താല്പര്യമുള്ളവർക്ക് ഇത് കിട്ടിയിട്ട് കാര്യമുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പല അനുഭവത്തിലൂടെ കാണിച്ചു തന്നു. ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മഹാത്മാക്കളായിട്ട് കരുതിയിട്ടുള്ള ഭാഗവതവും മറ്റൊക്കെ നടന്ന് ആ ഭാഗവതത്തിലൂടെ ജീവിക്കുന്നവർക്ക് വരെ ഞാൻ ഇത് എത്തിച്ചിട്ട് അവർക്ക് പോലും അങ്ങനെയൊന്നും അനുഭവമായിട്ടില്ല. അപ്പൊ ഓരോരുത്തരുടെയും അനുഭവത്തിന്റെ തലം അവരവരുടെ ചിത്തം തന്നെയാണ് എന്നുള്ളത് ആ ഭഗവാൻ മനസ്സിലാക്കി തന്നു. അപ്പൊ എല്ലാവർക്കും ആ കൃഷ്ണാനുഭവം ഉണ്ടാവട്ടെ, പരമപ്രേമം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവം നമ്മളോട് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടുള്ള ആ സിന്ധുവിന്റെ ഉള്ളില് ആ പ്രേമഭക്തി അനുദിനം വളർന്നിട്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. കാരണം ഈ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ചു, ചേച്ചി
ഭർത്താവ്, മകള് എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരുടെയൊക്കെ ഉള്ളിൽ ആ പ്രേമഭാവം, ആ ഭഗവാനോട് ഭക്തിഭാവം ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇതൊക്കെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചത്. അപ്പൊ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ഈശ്വരപ്രേമമുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഭാഗ്യാണ്. ഭഗവാൻ അത്രയും കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ജയ് ശ്രീരാധേശ്യാം.